ഹലോ, ഗുഡ് മോർണിംഗ്. സുഖമല്ല എല്ലാവർക്കും. നിങ്ങൾ മെയിൽസ് വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നതിനെക്കുറിച്ച് ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടിരുന്നു. അപ്പോൾ അതിലെ ചില കാര്യങ്ങളൊക്കെ ചേർക്കാനായിട്ട് ഞാൻ മറന്നുപോയിട്ടാ. അതായത് നിങ്ങളെ ഫാമിലിയെ കൊണ്ടുപോകാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യം ഞാനതിൽ പറഞ്ഞിരുന്നില്ല. അതായത് ആകെ 3000 കാൻഡിഡേറ്റ്സിനാണ് ആനുവലി ഈ ബാലറ്റിലൂടെ മെയിൽസ് വിസ കിട്ടുന്നത്. അതായത് ഫാമിലിയെ കൊണ്ടുപോകുന്നത് ഈ 3000 പ്ലേസസിൽ ഉൾപ്പെടുന്നില്ല. ഓരോ ആളുകൾക്കും അവരുടെ ഫാമിലിയെ നിങ്ങളോടൊപ്പം തന്നെ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഏകദേശം 3000 വിസയാണ് ഇതിവിടെ കൊടുക്കുന്നത്. 2024 3000 പേർക്ക് ഈ വിസ കൊടുത്തു. ഈ വർഷം നവംബർ 1 ഇതിവിടെ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിവിടെ അപ്ലൈ ചെയ്യാം. ഇതിന് സ്പോൺസർഷിപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല. IELTS 6 ഓവറോൾ വേണം, ഇൻഡിവിജ്വൽ 5 വേണമെന്ന് ഇതിലൂടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ചില ടാർഗറ്റഡ് സ്റ്റഡി സ്കിൽസിനെ കുറിച്ച് പറയുന്നുണ്ട്. അവയാണ് റിന്യൂവബിൾ എനർജി, മൈനിങ്, എഞ്ചിനീയറിംഗ്, ICT, AI, ഫിൻടെക്, അഗ്രികൾച്ചറൽ ടെക്നോളജി. അതുപോലെ 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ളവർക്ക് ഈ വിസയ്ക്ക് അപ്ലൈ ചെയ്യാം. ഇപ്പോൾ കഴിഞ്ഞ ഡിസംബറിൽ, അതായത് 2024 ഡിസംബർ 9 ഇതിവിടെ നിലവിൽ വന്നത്. ഇത് 7 ജാനുവരി 25 ക്ലോസ് ചെയ്ത് അതിൽ 3000 പേര് സക്സസ്ഫുൾ ആപ്ലിക്കൻസ് ആയി. അവർക്ക് 2024-25 വിസ കിട്ടി. അതുപോലെ 26 വിസയാണ് ഇനി നിങ്ങൾക്കിവിടെ കിട്ടാൻ പോകുന്നത്. ഈ നവംബർ 1 ഇത് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ 26 വിസയാണ് ഇപ്പോൾ കൊടുക്കുന്നത്. ഇതൊരു ബാലറ്റ് സിസ്റ്റമാണ്. അതായത് ലോട്ടറി സിസ്റ്റം പോലെയാണ്. $25 കൊടുത്ത് നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നിങ്ങൾക്ക് ഒരു എൻട്രി കിട്ടുന്നു. വീണ്ടും സെലക്ഷൻ പീരീഡിൽ ഇത് ബാലറ്റിലൂടെ നിങ്ങളെ തിരഞ്ഞെടുത്ത് നിങ്ങളുടെ നറുക്ക് വീണാൽ നിങ്ങൾക്ക് ആ വിസയ്ക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. റീസെൻറ്റ് ഗ്രാജുവേറ്റ് ആയിരിക്കണം. IELTS 6 ഒരു വാലിഡ് ഇന്ത്യൻ പാസ്പോർട്ട് ഉണ്ടായിരിക്കണം. ഇതൊക്കെയാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻസ്. ഇനി അതിൻ്റെ ബെനിഫിറ്റ് 2 വർഷത്തേക്ക് നിങ്ങൾക്ക് ഓസ്ട്രേലിയയിൽ താമസിച്ച് ജോലി ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇതിവിടെ ഒരുക്കി തരുന്നത്. നിങ്ങൾക്ക് അതിനുള്ളിൽ ആ 2 വർഷത്തിനുള്ളിൽ എത്ര പ്രാവശ്യം വേണമെങ്കിലും ഇന്ത്യയിലേക്ക് പോവുകയും ഓസ്ട്രേലിയയിലേക്ക് വരികയും ചെയ്യാം. റീസെൻ്റായിട്ട് ഓസ്ട്രേലിയയും ഇന്ത്യയും തമ്മിൽ ഉണ്ടാക്കിയ ഒരു ഉടമ്പടിയുടെ അടിസ്ഥാനത്തിലാണ് ഈ ടെമ്പററി വിസ കൊടുക്കാനായിട്ടുള്ള ഏർപ്പാടായിട്ടുള്ളത്. അപ്പോൾ ഫാമിലി മെമ്പേഴ്സിനെ കൊണ്ടുപോകാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നിങ്ങളുടെ കുട്ടികൾ ന്യൂ ബോൺ ചൈൽഡ് ആണെങ്കിൽ ആ ചൈൽഡിൻ്റെ പേരും നിങ്ങൾക്കതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് സ്റ്റാർട്ട് ഡേറ്റിൽ നിങ്ങളുടെ ബാലറ്റ് രജിസ്റ്റർ ചെയ്യണം. $25 അതിനുള്ള ഫീസ്. ഈ ഫീസ് നിങ്ങൾക്ക് തിരിച്ചു കിട്ടില്ല. എന്നിട്ട് സെലക്ഷൻ വരെ വെയിറ്റ് ചെയ്യണം. നിങ്ങൾ സെലക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഇൻവിറ്റേഷൻ കിട്ടും. അതായത് നേരത്തെ ന്യൂസിലൻഡിലേക്കുള്ള വർക്ക് ആൻഡ് ഹോളിഡേ വിസ വന്നതുപോലെ തന്നെ ഇതിനും ഒരു സെലക്ഷൻ പീരീഡ് ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഇൻവിറ്റേഷൻ കിട്ടും. നിങ്ങൾ വിസ ആപ്ലിക്കേഷൻ 1 മാസത്തിനുള്ളിൽ അപ്ലൈ ചെയ്യണം. സബ് ക്ലാസ് 403 വിസയാണ് ഇതിലൂടെ നിങ്ങൾക്കിവിടെ കിട്ടുന്നത്. ഈ വിസ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 വർഷത്തേക്ക് ഓസ്ട്രേലിയയിൽ താമസിച്ച് ജോലി ചെയ്യാനുള്ള അവസരം കിട്ടുന്നു. അതുപോലെ അത് ഒരു വർക്ക് എക്സ്പീരിയൻസ് നേടാനുള്ള അവസരം കൂടിയാണ്. എന്നാൽ പെർമനൻറ്റ് റെസിഡൻസിയിലേക്കുള്ള നേരിട്ടുള്ള ഒരു പാത്വേ അല്ല. ആ 2 വർഷത്തിനുള്ളിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന കമ്പനി നിങ്ങൾക്ക് സ്പോൺസർഷിപ്പ് തരാൻ തയ്യാറായാൽ നിങ്ങൾക്ക് അവിടെ പെർമനൻറ്റ് റെസിഡൻസിയിലേക്ക് നീങ്ങാനുള്ള അവസരവും ഉണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എംപ്ലോയർ സ്പോൺസർഷിപ്പിൻ്റെ ആവശ്യമില്ല. റീസെൻറ്റ് ഗ്രാജുവേറ്റ്സിനാണ് ഇതിവിടെ കൊടുക്കുന്നത്. ഇന്ത്യയിൽ ഏകദേശം 100 യൂണിവേഴ്സിറ്റികളോളം അവരിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മുടെ ഗാന്ധി യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റി, IIT കാലിക്കറ്റ് ഇതെല്ലാം അതിൽ ഉൾപ്പെടുന്നുണ്ട്. കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുമുണ്ട്. 2 വർഷത്തെ സ്റ്റേ ആണ് ഇതിവിടെ ഓഫർ ചെയ്യുന്നത്. ഫാമിലിയെ നിങ്ങൾക്ക് കൊണ്ടുപോകാം. അപ്പോൾ എല്ലാവരും ഈ വിസയ്ക്ക് അപ്ലൈ ചെയ്യുക. ഒരു എൻട്രി കിട്ടിയിട്ടുണ്ടെങ്കിൽ വളരെ നല്ലതല്ലേ. നമ്മുടെ ലക്ക് എപ്പോഴാണ് നമുക്കിവിടെ കിട്ടുന്നതെന്ന് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. വിസയ്ക്ക് അപ്ലൈ ചെയ്യുക. കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കതൊരു നല്ലൊരു അവസരമാണ്. അപ്പോൾ ഇനിയും നമുക്ക് മറ്റു വിശേഷങ്ങളുമായിട്ട് അടുത്ത ദിവസം കാണുന്നവരെ. See you. Bye.